നെടുമ്പാശ്ശേരി നായത്തോട്ടിൽ താമസിക്കുന്ന CISF ഉദ്യോഗസ്ഥരിൽ ചിലർക്കെതിരെ നേരത്തെയും പരാതി. മദ്യലഹരിയിൽ കാറിടിപ്പിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നാരോപിച്ച് 2 വർഷം മുൻപ് പോലീസിൽ നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്ത്. സിയാൽ സിറ്റി റെസിഡൻസ് അസോസിയേഷൻ നൽകിയ പരാതി പിന്നീട് ഒത്തുതീർപ്പാക്കി. ഐവിൻ ജിജോ എന്ന 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നായത്തോടുള്ള ഈ റോഡിലാണ് ഞാനുള്ളത്. നമുക്ക് ഈ റോഡിന്റെ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ ചെറിയ റോഡിൽ 2 കാറുകൾ തമ്മിൽ ഉരസുകയും പിന്നീടുണ്ടായ വാക്കുതർക്കമാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ സംഭവം ഉണ്ടായ ആ സമയം തൊട്ട് ഈ സമയം വരെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ രീതിയിൽ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത് 2 വർഷം മുൻപ് ഇതേ റോഡിൽ ഒരു കല്യാണ പരിപാടി നടക്കുന്ന സമയത്ത് ധാരാളമായ ആളുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഈ സമയത്ത് മറ്റ് 2 ഒരു CISF ഉദ്യോഗസ്ഥർ കാർ ഓടിച്ചു വരികയും മദ്യപിച്ചായിരുന്നു കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയുള്ള ചില നാട്ടുകാരുടെ കാലിന് മുകളിൽ കൂടി ടയർ കയറിപ്പോകുകയും ഒക്കെ ചെയ്തു. പിന്നീട് നാട്ടുകാർ അവരെ തടസ്സപ്പെടുത്തി ചോദ്യം ചെയ്തു. അത് ആ സമയത്ത് അസഭ്യ വർഷമായിരുന്നു. പിന്നീട് പോലീസിൽ ഒരു പരാതി പോവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പോലീസ് പോലീസ് വന്ന് വരികയും അവരുടെ രക്തപരിശോധനയൊക്കെ നടത്തിയപ്പോൾ ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെ വ്യക്തമാവുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു ഒത്തുതീർപ്പാണ് അവിടെ നടന്നത്. അതിനുശേഷം പരാതി ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. പക്ഷേ ഇപ്പോഴിത് പ്രസക്തമാകുന്നത് അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നപ്പോഴാണ് ഈ നാട്ടുകാർ ആ 2 വർഷം മുൻപ് നടന്ന സംഭവത്തെക്കുറിച്ച് ഓർക്കുന്നത്. അന്ന് മറ്റ് ഏതോ 2 ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അന്നൊരു പരാതി കൊടുത്തത് അത് കേസായിരുന്നുവെങ്കിൽ അതൊരു പാഠമാകുമായിരുന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അതാണെങ്കിൽ എന്നോട് കൂടുതൽ സംസാരിക്കാൻ ഇതിന്റെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളൊക്കെ തന്നെ ഉണ്ട്. അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് ഇതുപോലെ തന്നെ ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഇവിടുത്തെ റെസിഡൻസിൻ്റെ സെക്രട്ടറിയാണ്, CCR സെക്രട്ടറിയാണ്. അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന റോഡുകളിൽ സ്വാഭാവികത്തിൽ ഉപരിയായിട്ട് ആളുകളുണ്ടാവും. അതൊന്നും വകവയ്ക്കാതെ ഇത്രയും സ്പീഡിൽ വരികയും ആളുകളുടെ കാലുമേക്കടെ വണ്ട് കയറ്റുകയും അതിനെ ചോദ്യം ചെയ്യാൻ ചെയ്യുന്ന നാട്ടുകാരോട് അസഭ്യവർഷം ഉണ്ടാവുകയും അതിനുശേഷം ഞങ്ങൾ കേസ് കൊടുക്കുകയും ചെയ്തിട്ട് ഈ പറയുന്ന കേസ് കൊടുക്കാനായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു സംഭവം എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ പ്രദേശത്ത് അടുത്ത് വരുന്ന 3 ബാറുകളുണ്ട്. ഈ ബാറുകളിൽ നിന്നെല്ലാം പോകുന്ന ജനങ്ങളെ വളരെ കർക്കശമായിട്ടാണ് പോലീസ് ചെക്ക് ചെയ്യുകയും അതിൽ നിന്ന് ആളുകളെ പിടിക്കുകയും അതുപോലെ തന്നെ ഈ ഫൈൻ ഇടുകയും ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന CSF എന്ന് പറയുന്ന ഒരു വിഭാഗത്തോട് പോലീസ് കാണിക്കുന്ന ഒരു ആനുകൂല്യം, അവരെ ചെക്ക് ചെയ്യും. അവർ അപ്പം തന്നെ പറയുകയാണ് ഞങ്ങൾ CSFകാരാണെന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ ബൈ വിട്ടോ. അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന, ആ പരിഗണന അവർ ചൂഷണം ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് ഒരു നരഹത്യ, ഇപ്പോൾ കണ്ടില്ല ഒരു നരഹത്യ തന്നെ ഇവിടെ നടന്നിരിക്കുകയാണ്. ആ നടക്കാണ്ടായവർക്ക് ഇതിനൊക്കെ ഒരു കാരണം പറയുന്നത് ഇവർക്ക് കൊടുക്കുന്ന എക്സംഷൻസ് ആണ്. അന്ന് പരാതി പറഞ്ഞിരുന്നില്ല. അന്ന് ആരാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിരുന്നു? ഈ പരാതിയാണ് ചോദിക്കുന്നത്. അന്നത്തെ പരാതിയിൽ ഈ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്ന CSFകാരുടെ ഒരു ദ്രാഷ്ട്യമാണ് ഞങ്ങളുടെ ഈ പരിസരത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നിത്യേന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അവർ ആരെയും ഭാഗിക്കാത്ത കാര്യം, അവർ കമാൻഡും പവറുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നലെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് ആ അന്നത്തെ സംഭവം ഉണ്ടായപ്പോൾ ആ 2 ഉദ്യോഗസ്ഥരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇതിനൊക്കെ വിട്ടുകളയുന്നത് പിന്നെ അറിഞ്ഞില്ല. അതായത് ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ കാരണങ്ങളാണ്. ഇപ്പൊ അന്ന് തന്നെ ഒരു സംഭവം ഇവിടെ നടക്കുന്ന സമയത്ത്, ഇന്ന് ഈ നമ്മുടെ ഐവിൻ ജിജോന്റെ മരണത്തിന്റെ ആ സമയത്തായാലും പോലീസ് വണ്ടി എന്തിനുള്ളതാണ്? പോലീസുകാർക്ക് വരാനും പ്രതിയെ കൊണ്ടുപോകാനും മാത്രമാണോ? ഈ പറയുന്ന പ്രതികൾ, അതായത് ആക്സിഡന്റിൽ പെട്ടിരിക്കുന്ന ആളുകളെ കൊണ്ടുപോകാനും വരെ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണന അവർ കൊടുക്കുന്നില്ല. പറയുന്നത് ജനങ്ങളോട്, നാട്ടുകാരോട് ആരെങ്കിലുമൊക്കെ വണ്ടി എടുത്തിട്ട് വരാനാണ് പറയുന്നത്. അല്ല, ഈ പോലീസ് വാഹനം എന്തിനുള്ളതാണ്? പ്രതികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അല്ലെങ്കിൽ പോലീസുകാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമാണോ? എൻ്റെ ഒരു അറിവിൽ അവർ 5 വകുപ്പാണ് പ്രത്യേകം ഈ പറയുന്ന വണ്ടികൾക്ക് കൊടുത്തു. ഒന്ന് ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ഇതുപോലെ പോലീസ് ജീപ്പുകൾ, ആംബുലൻസ് തുടങ്ങിയിട്ടുള്ള ഓരോ വണ്ടികൾക്ക് കൊടുക്കുന്ന ഓരോ പരിഗണനകൾ. അപ്പോൾ ഈ പ്രദേശത്ത് ധാരാളമായിട്ട് CSF ഉദ്യോഗസ്ഥർ വാടകയ്ക്കൊക്കെ താമസിക്കുന്നുണ്ട്. ഇതുപോലെ മദ്യപിച്ചിട്ടൊക്കെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന അത്തരം പരാതികൾ എന്തെങ്കിലും വേറെ കൊടുത്തിട്ടുണ്ട്? ഈ CSFകാർ എന്ന് പറഞ്ഞാൽ മിക്കവരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അവർക്ക് ഇവിടുത്തെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുള്ള മട്ടിലാണ്, ഒരു അഹന്തയോടുകൂടിയുള്ള പെരുമാറ്റമാണ്. ഇപ്പോൾ പലപ്പോഴും ലോക്കൽ ബോഡീസൊക്കെ അവരെ വിളിച്ച് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും അവരുടെയൊക്കെ കുറേ നിയമങ്ങളുണ്ട്. നമുക്ക് ഓരോ ലോക്കൽ ബോഡീസിന് ഓരോ നിയമമുണ്ടല്ലോ.
ഇതൊന്നും ഇവർ പാലിക്കാറില്ല. ഇപ്പോൾ മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിലായാലും ഇവരെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ ആളുകൾ ധൈര്യപ്പെടുന്നില്ല. ഇവരുടെ ഒരു കയ്യൂക്ക് കൊണ്ടുള്ള ഒരു പെരുമാറ്റമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ഇവരോട് നല്ല പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് ഈ നടന്ന ഈ ദാരുണമായ സംഭവത്തോടു കൂടി ജനങ്ങളാകെ അമർഷത്തിലാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ സേവിക്കേണ്ട ഒരു സൈന്യം, നമ്മളൊക്കെ പട്ടാളത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ അഭിമാനം കൊള്ളുന്ന സമയമാണ്. നമ്മുടെ സൈന്യത്തെക്കുറിച്ചൊക്കെ വളരെ അഭിമാനം കൊള്ളുന്നൊരു സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായത് ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത പ്രതിഷേധമുണ്ട്. ഒരുപക്ഷെ അന്ന് ഇതൊരു പരാതിയായിട്ട് മുഹസീന അസുവാണ് വിവരങ്ങൾ നൽകിയത്.